നമസ്കാരം. ഇന്ന് ഞാൻ വളരെ യാദൃശ്ചികമായിട്ടൊരു വീഡിയോ കണ്ടു. അത് മറ്റാരെയും കുറിച്ചല്ല, എൻ്റെ അങ്കിള് ഫാദർ ഡൊമിനിക് സക്കറിയാസ് അച്ഛനെ കുറിച്ചാണ്. ആദ്യമായി തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എൻ്റെ പേര് അനിത തോമസ്. ഞാൻ അച്ഛൻ്റെ ഒരേ ഒരു പെങ്ങളുടെ മൂത്ത മകളാണ്. എൻ്റെ ഫാദർ കെ.ഒ. തോമസ് സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാലാഞ്ചിറയിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തു. അമ്മ അൽഫോൻസാമ്മ സക്കറിയ സെക്രട്ടേറിയറ്റിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരിയേറെ മറന്നുപോയ, മലങ്കര സഭ മറന്നുപോയ ഒരു വ്യക്തിത്വമാണ് ഡൊമിനിക് സക്കറിയാസ് അച്ഛൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഞാൻ അച്ഛനെക്കുറിച്ച് എൻ്റെ ഒരു അങ്കിൾ ഇങ്ങനെ ഡൊമിനിക് സക്കറിയാസ് അച്ഛൻ എന്നായിരുന്നു പേര് എന്ന് പലപ്പോഴും പലരോടും പറയുമ്പോഴും ആർക്കും അങ്ങനെ അറിയാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല. പക്ഷേ മലങ്കര മക്കൾ അറിയേണ്ട ഒരു കാര്യം, MCYM എന്ന പ്രസ്ഥാനം തുടങ്ങി വെച്ചത് ഫാദർ ഡൊമിനിക് സക്കറിയാസ് അച്ഛനാണ്, ഞങ്ങളുടെ വല്യച്ചാച്ചൻ. അതുപോലെ തന്നെ നമ്മൾ ജൂലൈ 15 ഇവിടെ വന്ന് അവസാനിക്കുന്ന പദയാത്രയുടെ ആശയം തുടങ്ങി വെച്ചതും അത് തുടക്കം കുറിച്ചതും ഫാദർ ഡൊമിനിക് സക്കറിയാസ് അച്ഛനാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, നാളെ അച്ഛൻ മരിച്ചിട്ട് 25 വർഷം പൂർത്തിയാവുകയാണ്. സെപ്റ്റംബർ 7. ആത്മീയപരമായിട്ട് വളരെയേറെ ഉന്നതിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. അച്ഛൻ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആത്മീയപരമായിട്ടുള്ളത്. പേഴ്സണലായിട്ട് എനിക്ക് ഒരു അപ്പൻ്റെ സ്ഥാനമാണ് എന്നും അച്ഛനോ. ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ, ഞങ്ങൾ തിരുവനന്തപുരത്താണ്, അച്ഛനങ്ങ് പത്തനംതിട്ട ആ ഭാഗത്തായിരുന്നു. ഞങ്ങളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ വരും. വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനങ്ങളെക്കുറിച്ച് പറയാനും. അത്രയേറെ എൻകറേജ്മെൻ്റ് ആയിരുന്നു അച്ഛൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഞങ്ങളൊരു പടം വരച്ചാൽ പോലും, ഞങ്ങളൊരു കഥ എഴുതിയാൽ പോലും, ഞങ്ങൾ 3 മക്കളാണ്, ഞങ്ങൾ 3 പേരും മത്സരിക്കുമായിരുന്നു അച്ഛനെ അത് കാണിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്നൊരു നല്ല സംസാരം കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പിറന്നാളുകൾക്ക് അച്ഛൻ ഞങ്ങൾക്ക് കൊണ്ടു തരുന്നത് പുസ്തകങ്ങളായിരുന്നു, വിശുദ്ധന്മാരുടെ പുസ്തകങ്ങൾ. അങ്ങനെയാണ് തുടക്കത്തിലെ തന്നെ വിശുദ്ധന്മാരെക്കുറിച്ചൊരു ജ്ഞാനം ഉണ്ടാക്കിയെടുക്കാൻ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഞങ്ങളെ കാണാൻ വരുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞ് അവസാനം പറയും അച്ഛൻ, മോളെ എൻ്റെ കുപ്പായം ബട്ടൺസ് ഒന്നും പോയി, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുകയാണ്, തയ്ച്ചു തരണം. ഞങ്ങളത് തയ്ച്ചു കൊടുക്കും. ഞങ്ങൾ ചിന്തിക്കാറുണ്ട് മനസ്സിൽ, അച്ഛന് ഒരു നല്ലൊരു കുപ്പായം വാങ്ങിച്ചുകൂടെ എന്ന്. പക്ഷേ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പലരിൽ നിന്നും അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അച്ഛൻ കുപ്പായം വാങ്ങിക്കാനായിട്ട് പൈസയുമായിട്ട് പോകുമ്പോൾ വഴി വെച്ച് ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ അച്ഛൻ ആ പൈസ അവർക്കങ്ങ് കൊടുക്കും. അതുകൊണ്ടാണ് അച്ഛൻ ഈ കീറിയ കുപ്പായം ഇട്ടുകൊണ്ട് നടന്നിരുന്നത്. സന്യാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു ഞങ്ങളുടെ വലിച്ചാച്ചൻ ഫാദർ ഡൊമിനിക് സക്കറിയാസ് അച്ഛൻ. അവസാന നാളുകളിൽ അച്ഛന് ക്ലർജി ഹൗസിലായിരുന്നു, കേശുദാസപുരത്ത്. എല്ലാ ദിവസവും നടന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്ന് അവിടെ കുറച്ച് നേരം ഇരുന്ന് അന്നത്തെ കാര്യങ്ങളൊക്കെ, ജനറൽ നോളജ് ആയാലും മറ്റു കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് തിരിച്ചു പോകും. ഏത് കാര്യത്തിനെക്കുറിച്ചും കൃത്യമായൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട വലിച്ചാച്ചൻ. അച്ഛൻ്റെ കൂടെ സഹചാരിയായിരിക്കാൻ എനിക്ക് ആ സമയത്ത് സാധിച്ചു. എല്ലാ കാര്യങ്ങളിലും അച്ഛനെ സഹായിക്കാൻ എനിക്ക് ഒത്തിരി സാധിച്ചിട്ടുണ്ട്. അച്ഛന് ക്യാൻസർ വന്ന സമയത്ത് RCCയിൽ അപ്പോയിൻമെൻ്റായിട്ട് പോകുമ്പോൾ ഞാനായിരുന്നു കൂടെ പോയിരുന്നത്. അതുപോലെ തന്നെ അവസാന നാളുകളിൽ അച്ഛനോടൊപ്പമായിരിക്കാനും
എന്താ പറയുക, അച്ഛനെ മരിക്കുന്നതിന് അത്ര ദീർഘവീക്ഷണം എന്ന് പറഞ്ഞാൽ, സ്പിരിച്വാലിറ്റിയിൽ ഉള്ള ഒരു ദീർഘവീക്ഷണം എന്ന് പറഞ്ഞാൽ, അച്ഛൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുത്തിരുന്നു. കുറേ കോപ്പീസ് ഫോട്ടോ എടുത്തിരുന്നു. അപ്പം ഞങ്ങൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ആദ്യം അച്ഛൻ്റെ റൂമിൽ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയത് ഞാനായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഒരു കവറിനകത്ത് ഫോട്ടോസ് ഇരിപ്പുണ്ടായിരുന്നു. അതായത് അതുപോലും ദൈവം അച്ഛനെ കൊണ്ട് പ്ലാൻ ചെയ്യിച്ചിരുന്നു. അതായത് ആ ഒരു ഫോട്ടോ ഇപ്പോൾ നമുക്ക് പേപ്പറിലിടാനോ എന്ന് ഓടി നടക്കാൻ പോലും ഉള്ള ഒരു ബുദ്ധിമുട്ട് വന്നില്ല. എല്ലാ കാര്യങ്ങളിലും ഒരു ദീർഘവീക്ഷണവും എന്താ പറയുക, കൃത്യമായൊരു അഭിപ്രായം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ഞങ്ങളെപ്പോഴും പറയുമായിരുന്നു, എലിച്ചാച്ചൻ അച്ഛനായില്ലായിരുന്നെങ്കിൽ ഒരു IAS കാരനാകുമായിരുന്നു. മാർ ഇവാനിയോസ് കോളേജിൽ പ്രൊഫസറായിട്ട്, ഫിസിക്സ് പ്രൊഫസറായിട്ട് ജോലി കിട്ടിയ അച്ഛൻ 2 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ചത് പ്രൊഫസറായിരിക്കാനല്ല, മിഷൻ പ്രവർത്തനം ചെയ്യാനാണെന്ന് പറഞ്ഞ് ആ ജോലി രാജിവെച്ച ഒരു വലിയ വ്യക്തിത്വമാണ്. എളിമയുടെ, സഹനത്തിൻ്റെ ഒക്കെ ഒരു വ്യക്തിത്വമായിരുന്നു ഞങ്ങളുടെ വലിച്ചാച്ചൻ. MCYM എന്ന പ്രസ്ഥാനം ഇന്ന് മലങ്കര സഭയിലെ ഒരു വലിയൊരു നെടുന്തൂണായിട്ട് നിൽക്കുന്നതിൻ്റെ ഫൗണ്ടറാണ് ഞങ്ങളുടെ വലിച്ചാച്ചൻ ഫാദർ ഡൊമിനിക് സക്രിയാസ് അച്ഛൻ. അതുപോലെ തന്നെ മാർ ഇവാനിയോസ് ഡേയിലുള്ള പദയാത്ര, അതിൻ്റെയും ഫൗണ്ടറാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വലിച്ചാച്ചൻ. ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത് വേറൊന്നിനുമല്ല, നാളെ അച്ഛൻ്റെ 25ാം ചരമവാർഷികം എല്ലാവരും ഓർക്കുമ്പോൾ ഈ ഒരു കാര്യവും കൂടെ, ഇങ്ങനൊരു വ്യക്തി ജീവിച്ചിരുന്നു, ഇത്രയും കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്തിരുന്നു, അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ആ വ്യക്തിയെ ഒന്ന് ഓർക്കാനും പ്രാർത്ഥനയിൽ ഓർക്കാനുമായിട്ടാണ്. വൈദികർക്ക് ഏറ്റവും നല്ല മാതൃകയായി ജീവിച്ച വലിച്ചാച്ചനെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഞങ്ങളുടെ എല്ലാമായിരുന്നു, ഞങ്ങളുടെ അപ്പനെ പോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഞങ്ങൾ ചിന്തിക്കും. ഞങ്ങൾക്ക് ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ വലിച്ചാച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആൻസർ പറഞ്ഞു തന്നേനെ, കറക്റ്റ് സൊല്യൂഷൻ പറഞ്ഞു തന്നേനെ. ഇപ്പോഴും ഞങ്ങൾ ആ വ്യക്തിത്വത്തെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്ത് പ്രയാസം ഉണ്ടാകുമ്പോഴും വലിച്ചാച്ചൻ്റെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ആ ഒരു ശക്തി ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പം ആ ഒരു വ്യക്തിയെ മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ എല്ലാ മലങ്കര മക്കളും ഈ ഒരു വ്യക്തിത്വത്തിനെ ഒരു നിമിഷമെങ്കിലും മനസ്സിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.